ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്നും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വിദൂരങ്ങളിലേക്കല്ല, എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്കും പിന്നാമ്പുറ കാഴ്ചകളിലേക്കുമാണ്. തിരക്കുള്ളപ്പോഴും തിരക്കില്ലാത്തപ്പോഴും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും നാം ശീലിച്ചു വന്നിട്ടുള്ളതുമായ ജീവിത രീതികൾ തന്നെയാണ് കുറച്ചൊക്കെ ഞങ്ങൾ ഇന്നും തുടർന്നു പോരുന്നത്. അങ്ങനെ ഇന്നത്തെ ഭക്ഷണത്തിനുള്ള ചോറുണ്ടാക്കുന്നത് മൺപാത്രങ്ങളിലാണ്. അങ്ങനെ മൺപാത്രത്തിൽ ഭക്ഷണമുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഭാര്യ. കൊച്ചുമകനുമൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അതും ഒരു വളരെ സന്തോഷകരമാണ്. മൺപാത്രങ്ങളിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് ഉണ്ട്. തന്നെയുമല്ല, മൺപാത്രങ്ങളുടെ ഭക്ഷണ രീതി എല്ലാവർക്കും സാധ്യമല്ല എങ്കിലും കഴിയുന്നത്ര പേർക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു പ്രത്യേക ഗുണം ഉണ്ടാകും എന്നാണ് പൂർവികരുടെ പറച്ചിൽ. തന്നെയുമല്ല, അനുഭവത്തിൽ അത് സാധ്യവുമാണ്. എത്രമാത്രം ഇതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതി വരില്ല. കാരണം ഒരു പുലർകാലം തുടങ്ങുന്നത് അഗ്നി കൊളുത്തിയാവുമ്പോൾ അതൊരു പ്രത്യേക ഐശ്വര്യമാണല്ലോ. അഗ്നി കൊളുത്തി കഴിഞ്ഞാൽ ആ ദിവസത്തേക്കുള്ള എല്ലാ പാവങ്ങളും തീർന്നു കഴിഞ്ഞു എന്നുള്ള ഒരു സങ്കല്പത്തിലാണല്ലോ പൗരാണികർ ചിന്തിച്ചു പോന്നിരുന്നത്. അങ്ങനെ അഗ്നി കൊളുത്തി അരി വയ്ക്കാനുള്ള, മൺകലത്തിൽ പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തുള്ള മറ്റ് പടയൊരുക്കങ്ങളാണ്. അതിനു വേണ്ടുന്ന അരി കഴുകുക. അതുപോലെ വിറകുകൾ യഥേഷ്ടം നമ്മൾ അടിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് ഇതൊരു പുത്തിരിയല്ല ഞങ്ങളെ സംബന്ധിച്ച്. എന്നും അല്ലെങ്കിൽ നിരന്തരവും ഇങ്ങനെ ചെയ്തു പോരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു കാഴ്ചയുമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇത് ചെയ്ത് ശീലിക്കാത്ത നിങ്ങളിൽ പലരെയും സംബന്ധിച്ച് ഇത് ഒരു പ്രത്യേക കാഴ്ചയുമായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. പണ്ട് പൂർവികർ ഒരു മൺകലം വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നു. എൻ്റെ കൊച്ചുമകൻ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയുമാണ്. പൂർവികർ വർഷങ്ങളോളം ഇത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ ഒരു നാഥയുടെയോ ഒക്കെ മനസ്സിനെയാണ് അത് പ്രതിദാനം ചെയ്തിരുന്നത്. കാരണം അത്ര സൂക്ഷ്മതയോടെയും തട്ടാതെയും മുട്ടാതെയും ഒക്കെ ഒരു കലം വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്ലാനിങ്ങുകളും സങ്കല്പങ്ങളും അവരുടെ ജീവിത രീതിയും അടുക്കും ചിട്ടയുമെല്ലാം എത്ര കണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഒരു കലത്തിൻ്റെ ആയുസ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പോലും ഒരു കലം ഒരു വർഷം പോലും നിലനിൽക്കില്ല. കാരണം അല്പം ടെൻഷനോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ അശ്രദ്ധ കുറവ് കൊണ്ടുമൊക്കെ സ്ലാബിൻ്റെ അടുത്തോ പറ്റത്തോ ഒക്കെ മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം തീരുമാനമാകും. അപ്പോൾ എത്രമാത്രം സൂക്ഷ്മത പണ്ടുള്ളവർക്കുണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കാര്യം വിവരിച്ചത്. ഇന്നുള്ള പാത്രങ്ങളൊക്കെ വിവിധ തരത്തിലുള്ളതാണല്ലോ. അരി കഴുകുന്ന പാത്രങ്ങൾ തന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്ത് പാത്രമാണ് എന്ന്. അതിനകത്ത് പ്രത്യേക ഹോളും സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. അരി കഴുകുമ്പോൾ വെള്ളം ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടുകൊണ്ടിരുന്നാൽ മതി. പണ്ട് കാലത്തൊക്കെ നമ്മൾ അരി കഴുകിയിരുന്നത് ചൂരൽ കൊണ്ടോ അല്ലെങ്കിൽ ഈറ്റ കൊണ്ടോ മുള കൊണ്ടോ ഉണ്ടാക്കിയ അരിവട്ടികളാണ്. അരി കഴുകുന്ന വട്ടികൾക്ക് അരിവട്ടികൾ എന്നാണ് പറഞ്ഞിരുന്നത്. അവ ഇന്ന് നമ്മുടെ മുമ്പിൽ ആസ്ഥാനത്താണ്. കൊച്ചുമകനാണെങ്കിൽ അടുക്കളയുടെ സ്ലാബിൽ കയറിയിരുന്ന് എന്തൊക്കെയോ പാചക രീതിയിലുള്ള കളികളും ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ കാണുന്ന പാത്രങ്ങളാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്ഥാനവും മാറിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള അരി കഴുകി പാകപ്പെടുത്തി തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ ഈ കലത്തിൻ്റെ മൂടിക്ക് മുകളിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വച്ചാൽ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ അരി വേകുന്നത് പോലെ ഇത് തിളച്ച് പൊന്തി പോകാതിരിക്കാനും അതുപോലെ നല്ല മർദ്ദത്തിൽ എപ്പോഴും ചെറിയ ചൂടിൽ നല്ല മർദ്ദത്തിൽ കത്തുമ്പോൾ
മർദ്ദമുണ്ടാകുമ്പോൾ അരി പെട്ടെന്ന് ഒട്ടും സമയം പാഴാകാതെ തന്നെ തിളച്ച് ചാടി കെട്ടുപോകാതെയും പെട്ടെന്ന് വെന്ത് കിട്ടാനുമാണ് ഇങ്ങനെ ഒരു കലത്തിൽ വെള്ളം വയ്ക്കുന്നത്. തന്നെയുമല്ല, അങ്ങനെ ഒരു കൊച്ചു കലത്തിൽ വെള്ളം വയ്ക്കുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ചൂടുവെള്ളം വേണ്ടി വന്നാൽ അത് എടുക്കുകയുമാവാം. മറ്റൊരു കാര്യം, അടുപ്പിൻ്റെ മൂലയിൽ ഒരു തീപ്പെട്ടിയും ഒരു സൈഡിൽ ഒരു ബ്രഷും ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഉപകാരപ്രദമാകും. തീപ്പെട്ടി അന്വേഷിച്ച് നടക്കുകയും വേണ്ട. അടുപ്പും തറ വൃത്തിയാക്കാൻ ഒരു പഴകിയ ബ്രഷ് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ബാക്കി വരുന്ന ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് എക്കാലവും അത് ഉപയോഗിച്ചു കൊണ്ടുപോകാം. അങ്ങനെ അരിയൊക്കെ തിളയ്ക്കാൻ പാകത്തിനായി രണ്ടാമത്തെ വിറകുകൾ കൂട്ടി വയ്ക്കുന്ന രംഗമാണിത്. കഷ്ണം വിറകുകൾ 2-3 കഷ്ണം കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നീറി പാകമാകുമ്പോഴേക്കും അരി വെന്ത് പാകമായിരിക്കും. ഇതാ അരി തിളച്ച് കഴിഞ്ഞു, ഇന്നത്തേക്കുള്ള ഭക്ഷണം തിളച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഭാര്യ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കശുനണ്ടിയായിട്ട് വന്നത്. പണ്ട് കാലത്തെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. തന്നെയുമല്ല, തൻ്റെ കൊച്ചുമകന് ഇത്തരം കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും അനുഭവപ്പെട്ടു കൊടുക്കുകയും ചെയ്യുമാവാം എന്നുള്ള തരത്തിൽ കശുനണ്ടി ആ തീക്കനലിലേക്കിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടി എടുക്കുമ്പോൾ നന്നായി അണ്ടിപ്പരിപ്പ് നമുക്ക് കിട്ടും. അവൻ അതെല്ലാം അങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ അപൂർവം കാഴ്ചകളാണ്. പല വീടുകളിലും ഇന്ന് ഇവയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന അറിവുകൾ കൊച്ചുമക്കളിലേക്ക് പകർന്നു കൊടുക്കുകയാണിവിടെ. അങ്ങനെ കശുവണ്ടി തീക്കനലിൽ വെന്ത് പൊട്ടി. ഇനി അത് ഒരു മരക്കഷ്ണം കൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പ് എടുക്കുകയാണ്. എങ്ങനെയാണ് ഈ അണ്ടിപ്പരിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ അറിവുകൾ ആവാഹിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇത് കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കൊച്ചുമക്കൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ. ഈ അണ്ടിപ്പരിപ്പുകൾ നമ്മൾ പണ്ട് ഇങ്ങനെ ഒരുപാട് ചുട്ടു തിന്നിട്ടുണ്ട്, പച്ചയണ്ടി കുത്തി തിന്നിട്ടുണ്ട്. ഈ ഓർമ്മകളൊക്കെ ഈ ഒറ്റ കാഴ്ചയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവേദ്യമാകും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അണ്ടിപ്പരിപ്പുകളെല്ലാം പൊട്ടിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി കൊച്ചുമകന് തിന്നാനായി ഞങ്ങൾ കൊടുത്തു. ഇവനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ അറിവുകളാണ്. കാരണം ഇത്തരം കാഴ്ചകളൊന്നും പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അവനത് ടേസ്റ്റോടെ വായിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെ സ്വാദിഷ്ടമായി അവനത് കഴിക്കുകയും എല്ലാം ചെയ്തപ്പോഴേക്കും ഒരൽപ്പം സമയം കഴിഞ്ഞ് തിരികെ നോക്കിയപ്പോൾ അരി വെന്തു പാകമായി. അത് മറ്റ് കലത്തിലേക്ക് അത് വാർപ്പ് ഇട്ട് വയ്ക്കുകയാണ്. വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചോറ് റെഡിയാണ്. അപ്പോഴാണ് തീക്കനൽ ബാക്കി കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദിവസമായതുകൊണ്ടും അത്യാവശ്യം അല്പം ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുക്കറിൽ വെന്ത് പാകമായിട്ടുണ്ട്. അതൊരു മൺചട്ടിയിലേക്ക് പകർന്ന് സമയം ലാഭത്തിന് വേണ്ടി മൺചട്ടിയിലേക്ക് പകർന്ന് ആ തീക്കനിൽ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുമ്പോൾ മൺചട്ടിയിൽ പാചകം ചെയ്ത ഒരു ടേസ്റ്റ് അവിടെ നമുക്ക് ലഭിക്കുകയാണ്. സമയവും ലാഭമുണ്ട്. തീ വെറുതെ പാഴാകുകയുമില്ല എന്നുള്ള തരത്തിൽ അങ്ങനെ ചട്ടിയിൽ കറിയും റെഡിയായി. അപ്പോൾ ഭക്ഷണമെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഇനിയും സമയം ബാക്കിയുണ്ട്, ഉണ്ണാറായിട്ടില്ല. അപ്പോഴാണ് പുറകുവശത്തെ മുറ്റം വേനലിന് ശേഷം പെയ്ത മഴയിൽ പുല്ലുകൾ ടൈൽസിൻ്റെ പുറത്ത് ന്യായമായി പടർന്ന് പന്തലിച്ചിരിക്കുന്നു. തിരക്കുള്ള ദിവസങ്ങളാണല്ലോ മൊത്തത്തിൽ. എല്ലാ ദിവസവും ഓരോ പണികൾക്കായിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. അപ്പോൾ അവധി ദിവസങ്ങൾ മാത്രമാണ് ഇത്തരം പണികൾ ചെയ്യുക. അങ്ങനെ മെല്ലെ ആ പണിയിലേക്ക് ഇറങ്ങി ഇന്നത്തെ ദിവസം പുറകുവശം വൃത്തിയാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രണ്ടിലെ മതിലുകളൊക്കെ വൃത്തിയാക്കുന്നൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവർ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ചെടി പരിപാലനങ്ങളും മറ്റും നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഒരുപാട് ആരോഗ്യത്തിനും മനസ്സിനും ഗുണം ചെയ്യുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നും ചെയ്ത് അത്രയും ഭാഗം ക്ലിയറാക്കി എൻ്റെ കിളികൾക്കൊക്കെ പ്രത്യേക ഭക്ഷണവുമൊക്കെ തുളസിയിലേക്ക് പ്രത്യേകിച്ച് കൊടുത്ത് അവയൊക്കെ ക്ലിയറാക്കി സ്വസ്ഥമായി അവർക്കും ഭക്ഷണം കൊടുത്ത് ബാക്ക് വശം ടൈൽസിൻ്റെ പുറത്ത് ഒരു നാമ്പ് പോലും ഇല്ലാത്ത തരത്തിൽ വൃത്തിയാക്കി അങ്ങനെ ഇന്നത്തെ പണികൾ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആട്ടുംപറ്റങ്ങൾ കളിച്ചു കിടന്ന ഇടമാണ് എന്ന് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. 10-30 ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ആ കൂടുകളൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് സങ്കടം വരുന്നുണ്ട് എന്നതൊഴിച്ചാൽ
എന്ത് ചെയ്യാൻ, ഇന്നത്തെ തിരക്കിൽ അത് കഴിയാതെ വന്നു. മക്കൾക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെ ആ കൂടുകളൊക്കെ അങ്ങനെ നിലനിർത്തി ഓർമ്മകളായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഈ കാഴ്ചകൾ, കുറച്ച് പുല്ലുകൾ അതിൻ്റെ ഇടയ്ക്കിൽ നിർത്തിയിരിക്കുന്നത് കോഴികൾക്ക് തിന്നാൻ വേണ്ടിയാണ്. കോഴികളെ അഴിച്ചു വിടുമ്പോൾ അവയ്ക്ക് കൊത്തി തിന്നാൻ വേണ്ടിയാണ് അത്രയും പുല്ലുകൾ നിലനിർത്തിയിരിക്കുന്നത്. എൻ്റെ ചാനലുകൾ കാണാത്തവർ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബൈ.